ശ്രീ എൻ പിയേഴ്സൺ, ഇടത് രാഷ്ട്രീയം സസൂക്ഷ്മം വീക്ഷിക്കുന്ന താങ്കൾക്ക് സീതാറാം യെച്ചൂരിയെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ചെറുപ്പകാലം തൊട്ട് തന്നെ SFIയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ തീപ്പൊരി നേതാവ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതിൽ ഒരു പ്രത്യേകത അതിനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനുശേഷം വളരെ ചെറിയ പ്രായത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലും അവിടെ നിന്ന് പോളിറ്റ് ബ്യൂറോയിലും എത്തപ്പെട്ട അദ്ദേഹം പിന്നീട് നടന്ന വഴികൾ, അതിപ്പോൾ ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന രീതിയിൽ പേരെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മികച്ച ഭാഷാ നൈപുണ്യം, അതിന്റെ പ്രത്യേകതകൾ, പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിശാലമായ ഒരു സൗഹൃദ വലയമാണല്ലോ. അതിൽ ഈ സമീപകാല രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അതിപ്പോൾ എന്താണോ പ്രത്യയശാസ്ത്രം എന്നതിനും ഉപരിയായിട്ട് പ്രായോഗിക രാഷ്ട്രീയം എന്താണ്, അതെങ്ങനെ പയറ്റണം, അക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കണം. ഇക്കാര്യത്തിൽ യെച്ചൂരി സമർത്ഥനായ ഒരു നേതാവായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിപ്പോൾ ഈ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്ത് നിലപാടാണ് പാർട്ടിക്കുള്ളത് എന്നതിന് ഉപരിയായിട്ട് ദേശീയ രാഷ്ട്രീയത്തിലെ നിലപാടിന് പ്രാധാന്യം കൊടുക്കണം എന്ന രീതിയിൽ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അക്കാര്യത്തിൽ ഈ BJP വിരുദ്ധ മുന്നണിയിൽ തന്നെ ഒരു സവിശേഷ സ്ഥാനം നേടിയെടുക്കുവാനും കഴിഞ്ഞ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളയാൾ, അങ്ങനെ ഒരു വിശേഷണം അദ്ദേഹത്തിന് കൊടുക്കാമല്ലോ. അല്ല, സീതാറാം യെച്ചൂരി പഴയ തലമുറയുടെ ഒരു പ്രതീകമാണ്. പഴയ തലമുറ എന്നത് വർഗരാഷ്ട്രീയത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പശ്ചാത്തലത്തെയാണ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വർഗരാഷ്ട്രീയത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് പലപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നതിന് ചില പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികൾ മറികടന്നാൽ മാത്രമാണ് സമകാലീന കാലത്ത് രാഷ്ട്രീയത്തെ പ്രതിഭാതുല്യമായിട്ടുള്ള ഒരു സ്പർശത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്നു. നമുക്കറിയാം, തീപ്പൊരി നേതാക്കൾ ഒരുപാടുണ്ടാകാം. പക്ഷെ തീപ്പൊരി നേതാക്കളെക്കാൾ ഉപരി കാലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് പാകപ്പെടുത്തേണ്ടത്, അതെങ്ങനെയാണ് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമുക്ക് ഫലപ്രദമായിട്ട്, ഇടതുപക്ഷത്തിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്ന അന്വേഷണം എപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ അതിശക്തമായിട്ടുണ്ടായിരുന്നു എന്നതിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം EMSന്റെ കാലത്ത് തന്നെ അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുനടന്ന രണ്ട് നേതാക്കളിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി. പ്രകാശ് കാരാട്ടിനെ അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയെ ഒരുമിച്ച് മിക്കവാറും തന്നെ എല്ലാ മേഖലകളിലും പരിചയപ്പെടുത്തുകയും രാഷ്ട്രീയത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള നിലപാടുകൾ പഠിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൊക്കെ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഈ രണ്ട് നേതാക്കൾക്കും CPM ഒരുക്കിക്കൊടുത്തിരുന്നു എന്നുള്ളത് മറ്റു നേതാക്കളിൽ നിന്ന് അവരെ വ്യത്യസ്തരമാക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടുമാണ് അവർക്ക് ആ തരത്തിലുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഒരു പ്രതിഭ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രതിഭയെ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ, ഇപ്പോ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പ്രതിഭ എന്ന് പറയുന്നത് സാധാരണമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ പ്രതിഭ കൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി സൃഷ്ടിക്കുന്നതിന് പകരം പാർട്ടിയുടെ സാധ്യതകളെ വിപുലപ്പെടുത്താൻ, രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മുഴുവൻ സമയം ചെലവഴിച്ചിരുന്നതെന്നുള്ളതാണ്. അതുപോലെ ചെലവഴിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സീതാറാം യെച്ചൂരിയെ പാകപ്പെടുത്തിയെടുക്കുകയും പലപ്പോഴും നമ്മൾ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് കേരളമാണ് ഇന്ത്യ എന്ന നിലയ്ക്ക് കേരളത്തിലെ പാർട്ടി നേതൃത്വം പ്രവർത്തിക്കുന്ന സമയത്ത് സീതാറാം യെച്ചൂരി അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു, ഇത് കേരളം മാത്രമാണ്, ഇതല്ല ഇന്ത്യ. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് രാഷ്ട്രീയത്തിലുണ്ടാകാവുന്ന വ്യതിയാനം അല്ലെങ്കിൽ രാഷ്ട്രീയം മാറ്റേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യം പലവട്ടവും അവരെ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ സുവൃത്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് അതിൽ പരാജയപ്പെട്ടു പോകേണ്ടതായിട്ട് വന്നു. കാരണം നമ്മുടെ പോളിറ്റ് ബ്യൂറോയിലും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ പല ഘട്ടങ്ങളിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ആശയങ്ങൾക്ക് ആവശ്യത്തിന് സപ്പോർട്ട്, ആവശ്യത്തിന് പിൻബലം ലഭ്യമല്ലാതെ വന്ന സാഹചര്യത്തിൽ പോലും താൻ മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള ആശയങ്ങൾ വരാൻ പോകുന്നതായിട്ടുള്ള കാലത്തിന് കേരളത്തിലും ഇന്ത്യയിലും വളരെ പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് വളരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ വളർന്ന് വികസിച്ചു വരുന്നതായിട്ടുള്ള വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം എടുക്കുന്നത്. ഇപ്പൊ മതേതര രാഷ്ട്രീയത്തിന്റെ ഒരു മുന്നണിയെ കുറിച്ച് മഹത്തായിട്ടുള്ള സ്വപ്നം യഥാർത്ഥത്തിൽ
സീതാറാം യെച്ചൂരി എക്കാലത്തും കാണിച്ചിരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രസക്തമാണ്, പ്രാധാന്യമുള്ളതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന്റെ സർഗാത്മകമായിട്ടുള്ള കഴിവ് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നാണ് ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കേണ്ടത്. ശരി, ശ്രീ ലാൽകുമാർ, ഇപ്പോൾ ഈ